നമസ്കാരം. മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സമയം ഭഗവാൻ നിങ്ങളോട് പറയുന്നതായ ചില കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കേണ്ട സമയം തന്നെയാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾക്കുള്ള അവസരങ്ങൾ അല്ലെങ്കിൽ മാറുവാൻ പോകുന്നതായ സാഹചര്യമുണ്ട്. ഈ സന്ദേശം നിങ്ങൾ വെറുതെയല്ല കേൾക്കുന്നത് എന്നതും വാസ്തവം തന്നെയാണ്. കാരണം ജീവിതം ഇരുട്ടിൽ തുടരുന്നതായ സാഹചര്യമാണ് നിങ്ങൾക്കുള്ളത്. എന്നാൽ ഭഗവാന് ഇനിയും നിങ്ങളുടെ കണ്ണുനീർ കാണുവാൻ സാധിക്കില്ല എന്നതാണ് വാസ്തവം. പല രീതിയിലും വേദനകളും വിഷമതകളും അനുഭവിച്ചിട്ടുണ്ട്. അത് ഭഗവാൻ തന്നെ കണ്ടിട്ടുമുണ്ട് എന്നത് വാസ്തവമാണ്. മനസ്സിന്റെ പിടച്ചിലുകൾ അത് ഭഗവാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ സമയം നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് തന്നെയാണ് ഭഗവാൻ ഈ സന്ദേശത്തിലൂടെ അർത്ഥമാക്കുന്നത്. ഏവരും ഒരു നിമിഷം ഭഗവാന്റെ നാമങ്ങൾ കമന്റായി രേഖപ്പെടുത്തണം. ഓം നമഃശിവായ എന്നോ ഓം ഹ്രീം നമഃശിവായ എന്നോ നിങ്ങൾക്ക് കമന്റായി രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഭഗവാൻ പറയുന്നതായ കാര്യങ്ങൾ ഇപ്രകാരമാകുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആയതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെ ഇതിൽ നിന്നും സ്വീകരിക്കേണ്ടതാണ്. മറ്റു കാര്യങ്ങൾ വിട്ടുകളയേണ്ടതാണ്. പലരും നിങ്ങളുടെ മുൻപിൽ ചിരിച്ചപ്പോഴും നിങ്ങൾക്ക് ചിരിക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം. മനസ്സ് തുറന്ന് ചിരിക്കുവാൻ പലപ്പോഴും സാധിക്കാത്തതായ അവസ്ഥ. മനസ്സ് അല്ലെങ്കിൽ ജീവിതം വളരെയധികം തകർന്നിരിക്കുന്നതായ സാഹചര്യമുണ്ട്. പല അവസരങ്ങളിലും തോറ്റുപോയിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. തോറ്റ് കണ്ണുകൾ നിറഞ്ഞിരുന്നതായ സാഹചര്യങ്ങൾ പോലും ജീവിതത്തിലുണ്ട്. ഭഗവാൻ പലപ്പോഴും നിങ്ങളുടെ വിഷമങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. കാരണം നിങ്ങളുടെ കണ്ണുനീർ അത് പതിച്ചത് ഭഗവാന്റെ കാൽപാദങ്ങളിലാണ്. ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സന്തോഷത്തിന് വേണ്ടി പരിശ്രമങ്ങൾ നടത്തി. എന്നാൽ നിങ്ങൾക്ക് ലഭിച്ചത് തേങ്ങൽ അല്ലെങ്കിൽ വിഷമങ്ങൾ മാത്രമായിരുന്നു. ഈ സമയം ഭഗവാന്റെ തീരുമാനപ്രകാരം നോക്കുമ്പോൾ നിങ്ങളുടെ ചില വിഷമതകൾ എല്ലാം എന്ന് പറയുന്നില്ല, ചില പ്രയാസങ്ങൾക്ക് അവസാനമായിരിക്കുന്നു എന്നുള്ളതാണ്. ഭഗവാൻ തന്നെ നിങ്ങളുടെ വിധി നിർണയിക്കുന്ന മാറ്റിയെഴുതുന്ന സാഹചര്യമാണ് ഉള്ളത്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ദുഃഖത്തിനല്ല അല്ലെങ്കിൽ പ്രയാസങ്ങൾക്കല്ല സമയം കളയേണ്ടത്. ഈ സമയം പുതിയൊരു പ്രകാശത്തിന്റെ നാളം നിങ്ങളിൽ ജ്വലിക്കുന്നതായ സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങളുടെ വിഷമകരമായ കാര്യങ്ങളുടെ ആ സാഹചര്യം കഴിഞ്ഞു. ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, പലരുടെ മുൻപിലും നിങ്ങൾ തോറ്റുപോയതായ സാഹചര്യം അല്ലെങ്കിൽ തിരിച്ചടികൾ നേരിട്ടിട്ടുള്ളതായ സാഹചര്യമുണ്ട്. പലപ്പോഴും പലരിൽ നിന്നും നിങ്ങൾക്ക് വിഷമതകൾ നേരിടേണ്ടതായി വന്നു. എന്നാൽ പലരുടെ മുൻപിലും തല കുനിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായി. എന്നാൽ ആ വ്യക്തികൾക്ക് മുൻപിൽ നിങ്ങൾ ഉയരുന്നതായ സാഹചര്യമായിരിക്കും ഉണ്ടാവുക. ഈ സമയം നിങ്ങൾക്ക് ഉയർച്ചയ്ക്കുള്ള അവസരങ്ങളായിരിക്കും കടന്നു വരിക. നിങ്ങളുടെ ജീവിതത്തിൽ ഇരുട്ടുണ്ട്, ദുഃഖങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, അപമാനങ്ങളുണ്ട്. ഇതെല്ലാം നേരിട്ടിരിക്കുന്ന വ്യക്തികളാണ്. നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. എന്നാൽ അതിനൊരു അവസാനം കുറിക്കുന്നതായ സാഹചര്യങ്ങളുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും പ്രകാശപൂരിതമാകുന്ന സാഹചര്യമുണ്ട്. ധനം അല്ലെങ്കിൽ പണം കൈകളിലേക്ക് വന്നു ചേരുകയോ ബഹുമാനം നിങ്ങളുടെ ജീവിതത്തിൽ നിറയുകയോ ചെയ്യുന്ന സാഹചര്യങ്ങളുമുണ്ട്. ഈ സമയം അപമാനം പല കാര്യങ്ങളിലും നേരിട്ടിരിക്കുന്ന നിങ്ങൾക്ക് അതിൽ നിന്നും ഒരു മാറ്റം സംഭവിച്ച് പല കാര്യങ്ങളിലും ബഹുമാനം, സ്വീകാര്യത അനുഭവഭേദ്യമാകുന്ന സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാനായി പോവുകയാണ്. ഈ സമയം ദുഃഖത്തിന് പകരം അല്ലെങ്കിൽ വിഷമത്തിന് പകരം നിങ്ങൾക്ക് ബഹുമാനം വർദ്ധിച്ചു എന്ന് വരാം. പല കാര്യങ്ങളും നിങ്ങൾക്ക് എപ്രകാരം മുന്നോട്ട് പോകണം എന്നറിയാം.
കൃത്യമായി പറയുകയാണ് എങ്കിൽ താക്കോൽ നിങ്ങളുടെ കൈവശമുണ്ട്, എന്നാൽ അത് കൃത്യമായി തുറക്കുവാൻ സാധിക്കുന്നില്ല. എപ്രകാരം വിനിയോഗിക്കണം എന്നറിയാത്തതായ അവസ്ഥ. ഇതിൽ നിന്നും ഒരു മാറ്റം ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. പല കാര്യങ്ങളും നിങ്ങൾക്ക് മുൻപിൽ തുറന്നു കിടക്കുന്നതായ സാഹചര്യങ്ങളായിരിക്കും ഇനി വന്നു ചേരുക. മുൻപ് പല അവസരങ്ങളും ഉണ്ടായിരുന്നു എങ്കിലും പലപ്പോഴും നിങ്ങൾക്ക് മുൻപിൽ അവസരങ്ങൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ അടഞ്ഞു കിടക്കുന്നതായ സാഹചര്യം ഉണ്ടായിരുന്നു എങ്കിൽ ഈ സമയം നിങ്ങൾ ഭഗവാനിൽ വിശ്വസിച്ച് തുടങ്ങുന്നതായ അവസരത്തിൽ തീർച്ചയായും ഭാഗ്യത്തിന്റെ പല അനുകൂല കാര്യങ്ങളും നിങ്ങൾക്ക് മുൻപിൽ തുറക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. ഇത് ഭഗവാന്റെ ശബ്ദം തന്നെയായി പരാമർശിക്കാം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും വിധി തന്നെ മാറി മറിയുന്ന സാഹചര്യമുണ്ട്. ഈ സമയം ഭാഗ്യമാണ് നിങ്ങളെ തട്ടി വിളിക്കുന്നതായ സാഹചര്യമുള്ളത്. ഈ സമയം മുന്നറിയിപ്പുകളും നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. കാരണം ഭഗവാൻ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നറിയിപ്പുകളുമായി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. ചില കാര്യങ്ങൾ ഭഗവാൻ നിങ്ങളിലേക്ക് നൽകുന്നത്, ഭഗവാന്റെ അനുഗ്രഹഫലമായി നിങ്ങളിലേക്ക് വരുന്നത്, അത് തീർച്ചയായും നിങ്ങൾ പലപ്പോഴും തമാശയായി കണ്ട് തള്ളിക്കളയുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് വിഷമിക്കേണ്ടതായ സാഹചര്യം, അത് ജീവിതത്തിൽ ഉടനീളം വിഷമിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, ഭഗവാൻ നിങ്ങളിലേക്ക് പ്രദാനം ചെയ്യുന്നതായ ആ അനുഗ്രഹം അത് നിങ്ങൾ സ്വീകരിക്കുവാൻ തയ്യാറാകേണ്ടത് അനിവാര്യമാകുന്നു. ഈ സമയം നിങ്ങളുടെ തിരഞ്ഞെടുപ്പുകൾ അത് കൃത്യമാകേണ്ടത് അനിവാര്യമാണ്. അതല്ല എങ്കിൽ വീണ്ടും പഴയ ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ തിരികെ പോകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. നിങ്ങളുടെ ഭാഗ്യം കൂടി നിങ്ങളുടെ അനുകൂലമായ സാഹചര്യങ്ങൾ മറ്റൊരു വ്യക്തിയിലേക്ക് നീങ്ങുന്നതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായി എന്ന് വരാം. അതിനാൽ നഷ്ടപ്പെടുത്തുകയാണ് എങ്കിൽ പിന്നീട് ഇത്തരം കാര്യങ്ങൾ തേടി വരാനുള്ള സാധ്യതകളിൽ ഒരു മാറ്റം സംഭവിക്കാം. പല കാര്യങ്ങളും മറ്റുള്ളവരുടെ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ ഭാഗ്യാനുഭവങ്ങളായി മാറുകയും അവരുടെ ജീവിതത്തിൽ അത് മാറ്റങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യാം. പല കാര്യങ്ങളിലും നിങ്ങൾ വളരെയധികം വിഷമങ്ങളിലൂടെ മുന്നോട്ട് പോയതായ സാഹചര്യമുണ്ട്. അതൊരു ആശുപത്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകാം. അതായത് പലപ്പോഴും വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ട ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഉണ്ടായിരിക്കുന്ന വിഷമതകൾ അത് നിങ്ങളെ വളരെയധികം ബാധിച്ചിട്ടുമുണ്ടാകാം. ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം തന്നെ ആരംഭിക്കുന്ന സാഹചര്യമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ അനുഭവഭേദ്യമായി തീരാം എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ കണ്ണുനീരിന് പ്രസക്തിയില്ല. അതിനാൽ തീർച്ചയായും നിങ്ങൾ പോസിറ്റീവായ ഊർജത്തോടെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. കണ്ണുകളിൽ ദുഃഖത്തിന്റെ ആ ഒരു ലാഞ്ചന പോലും ഉണ്ടാകാൻ പാടില്ല എന്ന് കാണുന്നു. ഈ സമയം പ്രകാശമാണ് നിങ്ങളിലേക്ക് കടന്നു വരിക. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. അതിൽ നിന്നും ഒരു മാറ്റം തന്നെയായിരിക്കും സംഭവിക്കുക. ദാരിദ്ര്യപൂർണമായ അവസ്ഥയ്ക്ക് ഒരു മാറ്റം സംഭവിക്കുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടാവുന്നതുമാണ്. ഈ സമയം ബഹുമാനം, നിങ്ങൾക്ക് അർഹിക്കുന്നതായ ബഹുമാനം, മുൻപ് ലഭിക്കേണ്ടിയിരുന്നതായ ആ സ്വീകാര്യത, ബഹുമാനം നിങ്ങളിലേക്ക് വന്നു ചേരാം. പല കാര്യങ്ങളിലും നിങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റു വ്യക്തികൾ കുടുംബത്തിലെ അംഗങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് വളരെയധികം അഭിമാനിക്കാനുള്ള ചില സാഹചര്യങ്ങൾ വന്നു ചേരാം. നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, ഭഗവാൻ തന്നെയാണ് നിങ്ങളെ തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഭഗവാൻ തന്നെ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്ന സാഹചര്യമുണ്ട്. ഇതിലൂടെ ഭഗവാൻ അർത്ഥമാക്കുന്നത് നിങ്ങൾ ദുർബലനാണ് എന്ന് ഒരിക്കലും കരുതുവാൻ പാടുള്ളതല്ല. നിങ്ങൾ ഒരിക്കലും ദുർബലനല്ല എന്നതാണ് വാസ്തവം. നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാന്റെ ശക്തിയും അതേപോലെ തന്നെ ഐശ്വര്യപൂർണമായ ഒരു സാഹചര്യവുമാണ് ജീവിതത്തിൽ ഉള്ളത്. അതിനാൽ ഭഗവാനാൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന നിങ്ങളുടെ സമയം ഇനി ആരംഭിക്കാൻ പോകുന്നു എന്നതാണ് വാസ്തവം.
തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭഗവാൻ പ്രദാനം ചെയ്യുന്ന ആ അനുഗ്രഹത്തെ നിങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാകുന്നു. ഇതൊരു പുതിയ ജീവിതം തന്നെയാണ് എന്നതാണ് വാസ്തവം. അതിനാൽ തീർച്ചയായും ഭഗവാന്റെ അനുഗ്രഹത്താൽ പുതിയൊരു ജീവിതം നിങ്ങൾ ഈ സമയം ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. ചില കാര്യങ്ങളിൽ പ്രത്യേകമായ ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതായിട്ടുണ്ട്. ഈ സമയം ചില വ്യക്തികളെ നിങ്ങൾ അകറ്റി നിർത്തേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുന്നു. ചില കാര്യങ്ങളെല്ലാം ശരിയായി പോകുന്നു എങ്കിലും പിന്നീട് അത് കൈവിട്ടു പോകുന്ന സാഹചര്യമുണ്ട്. പല കാര്യങ്ങളും അവസാന നിമിഷമാണ് തകർന്നു പോകുന്നത് എന്നത് നിങ്ങളുടെ വിഷമം ഇരട്ടിപ്പിക്കുന്നതാണ്. ചില വ്യക്തികളുടെ സാന്നിധ്യം എന്നാൽ പലപ്പോഴും നിങ്ങൾക്ക് സമാധാനം നൽകുന്നുമുണ്ട്. ചില കാര്യങ്ങളിൽ ചില വ്യക്തികൾ നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നവരല്ല, അവർ നിങ്ങളുടെ നാശത്തിനായി ആഗ്രഹിക്കുകയും പലപ്പോഴും നിങ്ങൾ പരാജയപ്പെടണം എന്ന് അതിയായി ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ് എന്ന് പരാമർശിക്കാം. അതിനാൽ ഇത്തരം വ്യക്തികളെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അവർ നിങ്ങളുടെ തകർച്ചയ്ക്കായി ഉള്ളിൽ പ്രാർത്ഥിക്കുന്ന സാഹചര്യം പോലുമുണ്ട്. ഈ സമയം ഭഗവാൻ ഇത്തരത്തിലൊരു മുന്നറിയിപ്പുകളും നൽകുന്നുണ്ട്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങൾ ശരിയായ രീതിയിൽ പരിശ്രമങ്ങൾ നടത്തുന്നവരാണ് എന്ന് കാണുന്നു. പല പ്രതികൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ വരുന്നു എങ്കിൽ പോലും അത്തരം കാര്യങ്ങളെ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. പല കാര്യങ്ങളിലും തകരാതെ വളരെയധികം ഫലത്തോടെ പിടിച്ചു നിന്നിരുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. ഈ സമയം കൃത്യമായ പരിഹാരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വേണ്ടതാണ്. നിങ്ങൾ തീർച്ചയായും കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന വ്യക്തികൾ തന്നെയാണ് എന്ന് പരാമർശിക്കാം. ജീവിതത്തിൽ പല കാര്യങ്ങളിലും മറ്റുള്ളവർക്ക് നിങ്ങളോട് അസൂയ വളരുന്നതായ സാഹചര്യമുണ്ട്. ഈ സമയം തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ കാണാതെ പോകുവാൻ പാടുള്ളതല്ല. പ്രതിസന്ധികളിൽ ഒരു കവചമായി ഭഗവാൻ നിങ്ങളെ സംരക്ഷിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സമയം ഭഗവാന്റെ കവചം നിങ്ങൾക്കുള്ളതിനാൽ തന്നെ ശത്രുക്കൾക്ക് നിങ്ങളെ നേരിട്ട് തകർക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥ പോലുമുണ്ട്. ഈ സമയം പല കാര്യങ്ങളിലും ദുർബലത മനസ്സിലാക്കി അല്ലെങ്കിൽ അവർ നിങ്ങളോട് ചേർന്ന് നിന്ന് പല കാര്യങ്ങളും മനസ്സിലാക്കി നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന സാഹചര്യം പോലുമുണ്ട്. അത്തരം വ്യക്തികളെ തിരിച്ചറിയേണ്ടതാണ്. ഈ സമയം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ചില വ്യക്തികളിൽ നിന്നും വളരെയധികം വിഷമങ്ങൾ നേരിടുന്നതായ സാഹചര്യം പോലുമുണ്ട്. പല കാര്യങ്ങളിലും മനസമാധാനം പോലും നഷ്ടപ്പെട്ടതായ അവസ്ഥ, നെഗറ്റീവായ ചിന്തകൾ വളരെയധികം വർദ്ധിച്ചിരിക്കുന്നതായ സാഹചര്യമുണ്ട്. എന്ത് ചെയ്തിട്ടും ഫലമില്ലല്ലോ എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വളരെയധികം കടന്നുകൂടിയിരിക്കുന്ന സാഹചര്യമുണ്ട്. ഈ സമയം ആളുകളെ കൃത്യമായി മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. ചിലർ നിങ്ങൾക്ക് ചുറ്റും അഭിനയിക്കുന്നു എന്നത് വാസ്തവമാണ്. അവരെ നിങ്ങൾ തിരിച്ചറിയേണ്ടതാണ്. ഭഗവാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് നല്ലൊരു മനസ്സ് തന്നെയാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രയോഗിക്കുന്നുമുണ്ട്. എന്നാൽ ചിലരത് മുതലെടുക്കുവാൻ ശ്രമിക്കുന്നു എന്നതാണ് വാസ്തവം. എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ പലരെയും വിശ്വസിച്ച് പോയിട്ടും അവസാനം കണ്ണീര് മാത്രമാണ് നിങ്ങൾക്ക് ഫലമായി ലഭിക്കുന്നത് എന്നതും വിഷമത്തോടെ മാത്രമേ ഓർക്കുവാൻ സാധിക്കൂ. എന്നാൽ ഇതിന്റെ അർത്ഥം ഏവരും ഇപ്രകാരമാണ് എന്നല്ല. ചില വ്യക്തികൾ മാത്രമാണ്, അല്ലെങ്കിൽ അവർ നിങ്ങളിലേക്ക് കടന്നു കയറുവാൻ ശ്രമിക്കുന്നവർ പോലുമാകാം. ഈ സമയം നിങ്ങൾ തീർച്ചയായും മിണ്ടാതിരിക്കുന്നതാണ് ഏറ്റവും ഉചിതമായ കാര്യം. നിങ്ങൾക്ക് പല കാര്യങ്ങളും പ്രവർത്തിക്കാനുള്ളൊരു ആഗ്രഹമുണ്ട്. അത്തരം ആഗ്രഹങ്ങൾ നിങ്ങൾ ഈ സമയം മനസ്സിൽ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. പ്രവർത്തിക്കാൻ പോകുന്ന കാര്യങ്ങൾ അത് രഹസ്യമായി തന്നെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോവുക. ഈ സമയം വിജയങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. ഈ സമയം നിങ്ങൾക്ക് ശത്രുക്കൾക്ക് പല മറുപടികളും നൽകുവാൻ സാധിച്ചു എന്ന് വരാം. നിശബ്ദമായ വിജയം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാനായി പോകുന്നത്. പലരും തകർന്നു പോകണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് എങ്കിലും നിങ്ങൾക്കത് സാധിക്കില്ല എന്നതാണ് വാസ്തവം. അവരുടെ ചിന്തകൾ, ആഗ്രഹങ്ങൾ വെറുതെയാകും എന്നതാണ് വാസ്തവം.
ഭഗവാന്റെ അല്ലെങ്കിൽ പരമശിവൻ ഒപ്പമുള്ള ഭഗവാന്റെ കവചമുള്ള ഒരു വ്യക്തിയെയും ആർക്കും തകർക്കുവാൻ സാധിക്കില്ല എന്ന സന്ദേശം തന്നെയാണ് ലഭിക്കുന്നത്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീയപരമായ ചിന്തകളും പ്രാർത്ഥനകളും അനിവാര്യമാണ്. ശരിയായ പാതയിലൂടെ വേണം നിങ്ങൾ സഞ്ചരിക്കുവാൻ. ജീവിതത്തിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി നടക്കുന്നു എങ്കിൽ പോലും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രതികൂലമാകുന്നു എന്നത് വാസ്തവം തന്നെയാണ്. ഈ സമയം അപകടകാരികളായ പല കാര്യങ്ങളും വ്യക്തികളെയും മനസ്സിലാക്കുവാൻ സാധിക്കും. പലരും നിങ്ങൾ പിന്നിൽ നിന്നും കുത്തി വീഴുവാൻ ആഗ്രഹിച്ചിട്ടിരിക്കുന്നു എന്നത് വാസ്തവം തന്നെയാണ്. ഈ സമയം നിങ്ങൾ മറ്റൊരു സത്യം കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ചില വ്യക്തികൾ അകന്നു പോയാലും നിങ്ങൾ വിഷമിക്കേണ്ടതായിട്ടില്ല. ഈ സമയം ഭഗവാൻ തന്നെ ചില വ്യക്തികളെ നിങ്ങളിൽ നിന്നും അകറ്റി എന്ന് വരാം. ഈ സമയം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു രക്ഷ തന്നെയാണ് ഭഗവാൻ നിങ്ങളിലേക്ക് പകർന്നു നൽകുക. തീർച്ചയായും ഈ കാര്യങ്ങൾ ഭദ്രമായി തന്നെ നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഈ സന്ദേശങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ കേട്ടുപോകുവാനുള്ളതല്ല, മറിച്ച് അത് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ മാറ്റിമറിക്കുവാൻ ശക്തമായി തീർന്നിരിക്കുന്ന സന്ദേശം തന്നെയാണ്. ഈ സമയം നിങ്ങൾക്ക് ഭഗവാൻ ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകളും നൽകുന്നതായ സാഹചര്യമുണ്ട്. അതിനാൽ ഭഗവാന്റെ ശക്തിയിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ച് ഭഗവാനെ നിങ്ങൾ മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോവുക. ഈ സമയം പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കേണ്ടത് അനിവാര്യമാണ്. ഒരിക്കലും നിങ്ങൾ തളരില്ല എന്നതാണ് ഏറ്റവും പ്രത്യേകമായി പറയുവാൻ സാധിക്കുന്ന കാര്യം. എത്ര തിരിച്ചറിവുകളിൽ നിന്നും ശക്തമായി തിരിച്ചു വരുവാൻ നിങ്ങൾക്ക് സാധിക്കും. തീർച്ചയായും ഈ സമയം ശ്രദ്ധാപൂർവം തന്നെ മുന്നോട്ട് പോകണം. ജീവിതത്തിൽ പല കാര്യങ്ങളിലും പല വ്യക്തികളും കടന്നു വരാനുള്ള സാധ്യതകളുണ്ട്. അത്തരം വ്യക്തികളെ തീർച്ചയായും മനസ്സിലാക്കി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. ഈ സമയം നിങ്ങളുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കാവുന്ന ചില കാര്യങ്ങൾ സംഭവിക്കാം. അതിനാൽ അത്തരം കാര്യങ്ങളെ മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്ന പല കാര്യങ്ങളും കടന്നു വരാവുന്ന സാഹചര്യങ്ങളുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഗുണം ചെയ്യാവുന്ന പല കാര്യങ്ങളുമുണ്ട്. പല തിരിച്ചറിവുകളും നിങ്ങളിലേക്ക് വന്ന് ചേരുന്ന സമയമാണ്. ഉചിതമായ തീരുമാനങ്ങൾ ഈ സമയം നിങ്ങൾ എടുത്തു തന്നെ മുന്നോട്ട് പോകണം. പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ ഈ കാര്യങ്ങൾ ഇപ്പോൾ അറിയുവാൻ സാധിച്ചത് പോലും ഭഗവാന്റെ അനുഗ്രഹം തന്നെയാണ്. ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് നീങ്ങുക.